രണ്ട് ബേസിക് ടൈപ്പ് ട്രാൻസിസ്റ്ററുകളുണ്ട്. അതിൽ ഒന്നിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ദാറ്റ് ഈസ് കോൾഡ് BJT, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. മറ്റൊന്നാണ് ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്റർ, FET എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, സോ രണ്ടും ട്രാൻസിസ്റ്ററുകളാണ്. വൺ ഈസ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററാണ്, മറ്റൊന്ന് ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്ററാണ്. ഞാൻ പറയാം എന്താണ് അതിൻ്റെ വ്യത്യാസം എന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ BJTനെ കുറിച്ചായിരുന്നു, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിനെ കുറിച്ചായിരുന്നു. സോ ഇവിടെ ഈ വേർഡ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വേർഡാണ്, ബൈ ഉണ്ട്, പോളാറും ഉണ്ട്. ബൈ എന്ന് പറയുന്നത് ടു എന്ന മീനിങ് ആണ്. പോളാർ എന്ന് പറയുന്നത് പൊളാരിറ്റി, അല്ല നമ്മൾ പറയും നെഗറ്റീവ് പൊളാരിറ്റി, പോസിറ്റീവ് പൊളാരിറ്റി എന്നൊക്കെ പറയും. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇവിടെ കറണ്ട് കണ്ടക്ഷൻ ഇതാ നമ്മൾ നേരെ തൊട്ട് മുമ്പ് പറഞ്ഞ ട്രാൻസിസ്റ്ററിൽ കറണ്ട് കണ്ടക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോണുകൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്, ഹോളുകൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈപോളാർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ അല്ലേ രണ്ട് ചാർജുകൾ, ഇലക്ട്രോണുകളും ഹോളുകളും കണ്ടക്ഷൻ്റെ ഭാഗമാവുന്നുണ്ട്. ഓക്കെ, ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യണമെങ്കിൽ ഇലക്ട്രോണുകളുടെയും ഹോളുകളുടെയും ഒഴുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, സോ ദർ ആർ ടു ടൈപ്പ് ഓഫ് ചാർജ് കാരിയേഴ്സ്. വൺ ഈസ് ഇലക്ട്രോൺ ആൻഡ് ഹോൾസ് ആർ ടേക്കിംഗ് പാർട്ട് ഇൻ വർക്കിംഗ് ഓഫ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കഥകളൊക്കെ നമ്മൾ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിനെ കുറിച്ചാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററുകളെ കുറിച്ച് പറയും. അപ്പോൾ എന്താണ് ഈ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററും ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററും തമ്മിൽ വ്യത്യാസമുള്ളത്? പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്. ഇവിടെ നമ്മൾ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൽ നമ്മൾ പറഞ്ഞു കറണ്ടിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. ഇവിടെ എമിറ്റർ കറണ്ട് ഉണ്ട്, ബേസ് കറണ്ട് ഉണ്ട്, കളക്ടർ കറണ്ട് ഉണ്ട്. കറണ്ടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, കറണ്ടിൻ്റെ ബേസിസിലാണ് നമ്മൾ കഥകളൊക്കെ മുഴുവനായിട്ടും പറഞ്ഞത്. അതേസമയം ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററിൽ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആർ കൺട്രോൾഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. കറണ്ട് അല്ല, വോൾട്ടേജ് ആണ് അവിടെ നമ്മൾ പറയുക. ഓക്കെ, സോ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഒരു സംശയം വരും, നമുക്ക് BJT ഉണ്ടല്ലോ, പിന്നെ എന്തിനാ FET എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം ഇതാണ്. FETക്ക് BJTനേക്കാൾ ചില അഡ്വാൻറ്റേജുകളുണ്ട്. അതിലൊന്നാണ് ലാർജ് ഇൻപുട്ട് ഇംപെഡൻസ്. ഏതാണ്ട് 100 മെഗാ ഓംസ് ഒക്കെ ഇൻപുട്ട് ഇംപെഡൻസ് ഉണ്ട്. അപ്പോൾ സർക്യൂട്ടുകളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ലോഡിങ് ഇഫക്റ്റുകളൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ ഒന്ന് മച്ച് ലെസ് നോയ്സി ദാൻ BJT. നമ്മൾ പറഞ്ഞു ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിക്കുന്ന മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ആംപ്ലിഫിക്കേഷനാണ് അല്ലേ. അപ്പോൾ ഒരു ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് നോയ്സ് വന്നു കഴിഞ്ഞാൽ ഈ നോയ്സ് അടക്കം എന്ത് ചെയ്യപ്പെടും? ആംപ്ലിഫൈ ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് ആംപ്ലിഫൈഡ് സിഗ്നലിൻ്റെ ക്വാളിറ്റി കുറയും. ഓക്കെ, സോ ഇത് FET ആണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ, ആംപ്ലിഫൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ മച്ച് ലെസ് നോയ്സി ദാൻ BJT ആണ്. സോ ഇതൊക്കെയാണ് FETയുടെ അഡ്വാൻറ്റേജ്. പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FETയിൽ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആർ കൺട്രോൾഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. അതേസമയം BJTയിൽ കറണ്ടാണ് അല്ലേ, IE, IC, IB ഒക്കെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ,